ഡോക്ടർ ശ്രീകല മുല്ലശ്ശേരിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റിൽ പോര്. യോഗം ബഹളത്തിൽ കലാശിച്ചു. ശ്രീകല മുല്ലശ്ശേരിക്ക് നൽകിയ മെമ്മോ പിൻവലിക്കണമെന്ന ആവശ്യം. മെമ്മോ കേസെടുക്കാൻ വിസിക്ക് അധികാരമില്ലെന്ന വാദവുമായി CPM അംഗങ്ങൾ. അച്ചടക്ക നടപടിയുമായി മുന്നോട്ടെന്ന് VC ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ടുണ്ട്. ഇംതിയാസ്, നിലവിലിപ്പോൾ പ്രശ്നങ്ങൾ എവിടെ എത്തിയിട്ടുണ്ട്? ഏതെങ്കിലും തരത്തിൽ സമവായം പരിഹാരം കാണുന്നുണ്ടോ? അക്ഷയ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന M സ്വരാജിനു വേണ്ടി ഈ ശ്രീകല മുല്ലശ്ശേരി പ്രചാരണം നടത്തി. അതിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ റേഡിയോ CU അടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചു എന്നാണ് ഈ ശ്രീകല മുല്ലശ്ശേരിക്കെതിരെ ഉയർന്നു വന്നിരുന്ന പരാതി. ചാൻസലർക്കടക്കം പരാതി എത്തുകയും ചെയ്തിരുന്നു. ചാൻസലറിൽ നിന്നാണ് പിന്നീട് VCയിലേക്ക് ഇതിൻ്റെ കാര്യങ്ങൾ എത്തുന്നത്. VC അത് പ്രാഥമികമായി അന്വേഷിക്കുകയും ചെയ്തു. അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തെറ്റു ചെയ്തിട്ടുണ്ട് ശ്രീകല മുല്ലശ്ശേരി എന്ന് മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ സിൻഡിക്കേറ്റിൽ റിപ്പോർട്ട് ചെയ്തു എന്നതാണ് CPM അംഗങ്ങളെ, സിൻഡിക്കേറ്റിലെ CPM അംഗങ്ങളെ പ്രകോപിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ച വന്നപ്പോൾ തന്നെ VCക്ക് ഇങ്ങനെയൊരു നടപടി എടുത്തു മുന്നോട്ട് പോകാനാവില്ല, VCക്ക് അതിനുള്ള അധികാരം, മെമ്മോ നൽകാനുള്ള അധികാരം ഇല്ല എന്നാണ് CPM അംഗങ്ങൾ ഉന്നയിക്കുന്ന വാദം. UDF ഇതിനെ ആ നിലയ്ക്ക് തന്നെ എതിർക്കുന്നുമുണ്ട്. VC ഇതിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് അച്ചടക്ക നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. മെമ്മോക്ക് കൃത്യമായിട്ട് മറുപടി നൽകിയില്ല എങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കും എന്നാണ് VC പറയുന്ന നിലപാട്. ചാൻസലർക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് VC നൽകുകയും കാലിക്കറ്റ് VC നൽകുകയും ചെയ്യുമെന്നാണ് ഇതിനോടകം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വാഗ്വാദങ്ങൾ ഉണ്ടായി. CPM അംഗങ്ങൾ തന്നെ ഈ സിൻഡിക്കേറ്റ് യോഗം നടക്കുന്ന മുറിയുടെ വാതിൽ പൂട്ടിയിട്ട് ബഹളത്തിൽ ഏർപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്നുള്ളതാണ് കാര്യം. നേരത്തെ ഈ സെനറ്റ് പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിലൊക്കെ വലിയ പ്രശ്നങ്ങൾ അവിടെ നേരത്തെയും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലിപ്പോൾ ഈ സർക്കാരും അതുപോലെ തന്നെ സർക്കാരും ഗവർണറും ഒക്കെ ഒരു ഒത്തുതീർപ്പ് കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെയൊരു വിഷയം കൂടെ, ശ്രീകല മുല്ലശ്ശേരിക്കെതിരെ ഇങ്ങനെയൊരു വിഷയം കൂടെ ഉണ്ടാകുമ്പോൾ അത് ഒരു സർക്കാർ ഗവർണർ പോരിലേക്ക് പോകുമോ എന്നതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. UDF എന്തായാലും ഇതിൽ വലിയ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് നടപടിയുമായിട്ട് മുന്നോട്ട് പോകണം, VCക്ക് പൂർണ്ണ പിന്തുണ അർപ്പിച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട്. ശ്രീകല മുല്ലശ്ശേരി ചെയ്തത് തെറ്റാണോ അതല്ലെങ്കിൽ എന്ത് വിശദീകരണമാണ് നൽകുന്നത് എന്ന കാര്യത്തിൽ കൂടെ ഉദ്യോഗമുണ്ട്. കാരണം റേഡിയോ CU എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക റേഡിയോ ആണ്, സർക്കാർ സംവിധാനമാണ്. അസിസ്റ്റന്റ്, അതായത് താരതമ്യ സാഹിത്യ പഠന വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ശ്രീകല മുല്ലശ്ശേരി. സർക്കാർ ജീവനക്കാർക്ക് 1969 ചട്ടം അനുസരിച്ച് ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോ മറ്റു പ്രവർത്തനങ്ങൾക്കോ ഒന്നും ഏർപ്പെടാൻ പാടില്ല, അത് നിയമവിരുദ്ധമാണ്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് VC ഇപ്പോൾ ഇതിൽ മെമ്മോ നൽകിയിരിക്കുന്നത്. ആ മെമ്മോക്ക് നൽകുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും VCയും തുടർ നടപടികൾ സ്വീകരിക്കുക. അക്ഷയ.